കോഴിക്കോടിലെ ഗുജറാത്തീസ് വാസ്കോഡ ഗാമ വരുന്ന മുമ്പ് വന്നതാണ്. അന്നൊക്കെ ഇവിടെ കച്ചവട ആവശ്യത്താണ് കോഴിക്കോടിൽ ഗുജറാത്തീസ് സെറ്റിൽ ചെയ്ത്. പറഞ്ഞാൽ ബോംബെനും പിന്നെ ഗുജറാത്തിനും കുറെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ നിന്ന് കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് വന്ന് ഇങ്ങനെ പോകലാണ്. വളരെ നല്ല രീതിയിലും ഒരു ഒത്തൊരുമയോട് കൂടി ഇവിടെ കോഴിക്കോട് താമസിക്കുന്ന ഒരു കൂട്ടറാണ് ഇവിടെ ഗുജറാത്തീസ്. കോഴിക്കോടുള്ള മലയാളീസ് ഞാൻ അങ്ങനെ തന്നെ പറയാം, ഗുജറാത്തിനോടുള്ള ആ സ്നേഹം എനിക്ക് പറയാൻ പറ്റൂല. അത്ര നല്ല ബന്ധങ്ങൾ ഇതുവരെ ഞങ്ങളിവിടെ താമസിച്ചിട്ട് ഇതുവരെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അത്ര നല്ലൊരു റിലേഷൻ ഓരോ നമുക്ക് ബഹുമാനിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കും. എൻ്റെ വൈഫ് ഇവിടെ കൗൺസിലറായിട്ട് കുറ്റിച്ചിറ വാർഡിന് ജയിച്ചതാണ്. കുറ്റിച്ചിറ വാർഡ് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഇതൊരു മുസ്ലിം ഡോമിനേറ്റഡ് വാർഡാണ്. അന്ന് കുഞ്ചു, നൗ മല്ലു, ഇവ മല്ലു ആയി. നമസ്കാരം. 1498 വാസ്കോ ഡി ഗാമ കോഴിക്കോട് കാപ്പാടിനടുത്ത് കപ്പലിറങ്ങുന്നതോടുകൂടിയാണ് ഇന്ത്യയുടെ വൈദേശികാധിപത്യത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ വാസ്കോ ഡി ഗാമയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കച്ചവടത്തിന് വേണ്ടി കേരളത്തിലെത്തി പിന്നീട് മലയാളികളായി മാറിയ ഒരു സമൂഹം ഇവിടെ കോഴിക്കോടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഗുജറാത്തി സ്ട്രീറ്റിലാണ്. കച്ചവടത്തിനായി കേരളത്തിലെത്തുകയും പിന്നീട് മലയാളികളായി മാറുകയും ചെയ്ത ആ ഗുജറാത്തികളുടെ കഥയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കോഴിക്കോട്ടെ ഗുജറാത്തി സമൂഹത്തിന്റെ കഥയ്ക്ക് ഏതാണ്ട് 6 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. 1498 വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ അന്നത്തെ ഗുജറാത്തി വ്യാപാരികളും ഉണ്ടായിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഗുജറാത്തിലെ കച്ച് സ്വദേശികളാണ് കുടിയേറിയവരിൽ ഭൂരിഭാഗവും. ഗുജറാത്തികൾ എന്ന് വിളിക്കുന്നവരിൽ വൈഷ്ണവർ, ജൈനർ, ശൈവർ, ബോറ മുസ്ലിങ്ങൾ, മാർവാടികൾ തുടങ്ങി നിരവധി വിഭാഗക്കാരുണ്ടായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും കോഴിക്കോട്ടേക്ക് പറിച്ചു നട്ടപ്പോൾ കോഴിക്കോട് വലിയങ്ങാടിക്കടുത്ത് ഒരു മിനി ഗുജറാത്ത് തന്നെയാണ് രൂപപ്പെട്ടത്. കോഴിക്കോട് കോൺവെന്റ് റോഡിനടുത്ത് കച്ചവടം നടത്തുന്ന ജയന്ത്കുമാർ അങ്ങനെ കോഴിക്കോടെത്തിയ ഒരു ഗുജറാത്ത് തലമുറയിലെ ഇന്നത്തെ കണ്ണിയാണ്. തങ്ങൾ എങ്ങനെയാണ് കോഴിക്കോട്ടുകാരായതെന്നതിനെ കുറിച്ച് ജയന്ത്കുമാർ നമ്മളോട് പറയും. കോഴിക്കോട് ഗുജറാത്തി ചരിത്രം വലിയൊരു ചരിത്രമാണ്. കുറെ സമയം വേണം പറയാൻ. ഏതായാലും ഞാൻ ചുരുക്കി പറയാം. ശരിക്ക് ചരിത്രം പറയുന്നത് കോഴിക്കോടിലെ ഗുജറാത്തീസ് വാസ്കോഡ ഗാമ വരുന്ന മുമ്പ് വന്നതാണ്. അങ്ങനെയാണ് പറച്ചല്. അത് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ഇവിടെ കോഴിക്കോടിൽ ജെയിൻ സമൂഹം പറഞ്ഞാൽ അതിൻ്റെ ഒരു അമ്പലമുണ്ട് ഇവിടെ, ജെയിൻ അമ്പലം. ത്രിക്കോവിൽ ലൈൻ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്കിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് പഴക്കാൻ 450 കൊല്ലമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു 450 കൊല്ലത്തിന് മുകളിൽ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ഇല്ലാണ്ട് ആ അമ്പലം വരില്ല. അപ്പോൾ അത് ഗുജറാത്തീസ് വരുന്നത് സാമോറിയൻസിൻ്റെ മെയിൻ റീസൺ സാമോറിയൻസ് ആണ്. കാരണം അന്നൊക്കെ ഇവിടെ കച്ചവട ആവശ്യത്താണ് കോഴിക്കോടിൽ ഗുജറാത്തീസ് സെറ്റിൽ ചെയ്ത്. പറഞ്ഞാൽ ബോംബെനും പിന്നെ ഗുജറാത്തിനും കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോകും. എന്നിട്ട് ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് വന്ന് ഇങ്ങനെ പോകലാണ്. അപ്പോൾ സാമോറിയൻസ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോളി, അങ്ങനെ എല്ലാം കൂടിയിട്ട് കോഴിക്കോടിൽ താമസാക്കി ജെയിൻ ടെമ്പിൾ കമ്പൗണ്ട് ത്രിക്കോവിൽ ലൈനിൽ താമസാക്കാനുള്ള ഒരു സൗകര്യം സാമോറിയൻ രാജാവിന് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് കോഴിക്കോട് ആൾക്കാർ താമസിക്കാൻ തുടങ്ങിയത്. ഇവിടെ വന്നത് മെയിനായിട്ട് കുരുമുളക്, പിന്നെ കൊപ്ര, തേങ്ങ, പിന്നെ മരം. കോഴിക്കോട് മരം പറഞ്ഞ ഏറ്റവും നല്ല മരമാണ് കോഴിക്കോട് കിട്ടുക. മരക്കച്ചവടക്കാർ കുറേ ഉണ്ടായിരുന്നു. നാളികേര കച്ചവടം, നാളികേരമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നത് കോഴിക്കോടിനാണ്. അപ്പോൾ ഇതൊക്കെ ഈ ആവശ്യത്തിനാണ് കോഴിക്കോടിലെ ആൾക്കാർ ഇവിടെ താമസാക്കി മെല്ലെ മെല്ലെ കോഴിക്കോട് വരാൻ തുടങ്ങിയത്. പണ്ട് 400 കുടുംബം വരെ കോഴിക്കോടിൽ ഗുജറാത്തീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞുപോയി. കാരണം ഇവിടെ കച്ചവടം ലേശം അത്ര വലിയ രീതിയിലല്ല പോണത്. പിന്നെ കുറേ കുട്ടികളൊക്കെ ജോലി കിട്ടിയിട്ട് പുറമെ പോയിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പോയി കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ സമൂഹത്തിൽ ഗുജറാത്തീസ് വളരെ കുറവായി വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഗുജറാത്തീസിൽ തന്നെ ചിലർക്ക് അറിയില്ല, ഇവിടെ ഗുജറാത്തീസ് വന്നതിൻ്റെ കൂടെ ഇവിടെ ബോറ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ഗുജറാത്തി മുസ്ലിം ആയ ഒരു കമ്മ്യൂണിറ്റിയാണ് ബോറ കമ്മ്യൂണിറ്റി. ഓറും എത്രയോ കൊല്ലങ്ങളായിട്ട് കോഴിക്കോട്ടുണ്ട്. ഓർക്കൊരു പള്ളിയുണ്ട്. അതേമാതിരി ഗുജറാത്തീസിൽ മുസ്ലിമിൽ കച്ചി പറഞ്ഞ ഒരു മേമൺ വിഭാഗം ഉണ്ടായിരുന്നു. ഓരോ കുടുംബം കൂടി ഇവിടെ കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോടിൽ വ്യത്യസ്തമായ ഗുജറാത്തിലെ 4 വിഭാഗം ഗുജറാത്തി സംസാരിക്കുന്നവർ, കച്ചി സംസാരിക്കുന്നവർ, പിന്നെ ഇവർ എല്ലാവരും കൂടി ഇവിടെ കോഴിക്കോടിൽ എത്രയോ കൊല്ലങ്ങളായി ഇവിടെ താമസിക്കുന്നതാണ്. വളരെ നല്ല രീതിയിലും ഒരു ഒത്തൊരുമയോട് കൂടി ഇവിടെ കോഴിക്കോട് താമസിക്കുന്ന ഒരു കൂട്ടറാണ് ഇവിടെ ഗുജറാത്തീസ്. മെയിൻ വന്നത് കച്ചവട ആവശ്യമാണ്. ഒരു കാര്യം കൂടി പറയാം.
ഗുജറാത്തി ഈ അമ്പലത്തിന്റെ കാര്യം പറയും 450 പഴക്കമുള്ള അമ്പലമാണ്. ഇവിടെ ഒരു ഗുജറാത്തി സ്കൂളുണ്ട്, അത് 160 കൊല്ലം പഴക്കമുണ്ട്. ഇവിടെ വേറെ ഒരു വൈഷ്ണവ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പറഞ്ഞാൽ ഗുജറാത്തിയിൽ കൃഷ്ണനെ വിശ്വസിക്കുന്ന ഗ്രൂപ്പാണ് വൈഷ്ണവസ്. ഓർക്കൊരു അമ്പലം ഗുജറാത്തി ഹിസ്റ്ററിയിൽ അതൊരു 160 കൊല്ലം പഴക്കമുണ്ട്. അപ്പോൾ ഇത്ര ചരിത്രമുള്ള ഒരു സ്ഥലം വേറെ കുറവായിരിക്കും. അതുമല്ല, കേരളത്തിൽ കോഴിക്കോട് മാത്രമല്ല, കേരളത്തിൽ ഗുജറാത്തീസ് വന്നത് കൊച്ചിയിലാണ് ഏറ്റവും അധികം, മട്ടാഞ്ചേരിയിലാണ് ഏറ്റവും അധികം ഗുജറാത്തി താമസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ല, പൊന്നാനിയിൽ വരെ ഗുജറാത്തീസ് ഉണ്ട്. പൊന്നാനി വരെ അമ്പലമുണ്ട്, ഇപ്പോഴുണ്ട്. കുറേ വീടൊക്കെ കുറഞ്ഞ് 5-6 വീടുള്ളൂ. പക്ഷെ പൊന്നാനിയിലെ ഗുജറാത്തീസ് ഉണ്ടായിരുന്നു. കണ്ണൂരിൽ ഗുജറാത്തി കുറേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വടകര, ചെറിയൊരു സ്ഥലമാണ് വടകര, അവിടെ ഗുജറാത്തി സ്കൂൾ വരെ ഉണ്ട്. അപ്പോൾ കോഴിക്കോട്, കേരളത്തിൽ ഗുജറാത്തീസ് കുറേ സ്ഥലത്ത്, ആലപ്പുഴയിൽ ഗുജറാത്തി സ്കൂളുണ്ട്, ഗുജറാത്തി സമൂഹമുണ്ട്. അപ്പോൾ ഗുജറാത്തീസ് കുറേ ചരിത്രപരമായ സ്ഥലങ്ങളിലും താമസിച്ചിട്ടുണ്ട്. എത്രയോ കൊല്ലങ്ങളെ വളരെ നല്ല രീതിയിൽ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഗുജറാത്തികൾക്ക് ഏകദേശം കോഴിക്കോടുമായിട്ട് 400 കൊല്ലത്തെ പഴക്കമുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക്, അതായത് ഗുജറാത്തിലേക്ക്, നിങ്ങളുടെ നാട് നമ്മൾ ശരിക്കും കേരളം തന്നെയാണ്, അതെ, എന്നാലും പറയാണ് പൂർവികരുടെ ആ നാട്ടിലേക്ക്, ഗുജറാത്തിലേക്ക് പോവുക, അവിടെ ബന്ധുക്കളെ കാണുക ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ കല്യാണം അങ്ങനെയൊക്കെ വന്നാൽ മാത്രം പോകാറുള്ളൂ. പിന്നെ കുറച്ച് ദിവസം നിൽക്കും, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. കാരണം നമുക്ക് അവിടുത്തെ അവിടെ വേറെ ഇപ്പം എന്താ പറയുക, നമുക്ക് പിടിക്കാത്തത് ഗുജറാത്തിൽ ക്ലൈമറ്റ്. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഒരുമാതിരി ഒരു ലെവലുള്ള ക്ലൈമറ്റാണ്. എക്സ്ട്രീം തണുപ്പില്ല, എക്സ്ട്രീം ചൂടില്ല. പക്ഷെ അവിടെ തണുപ്പ് കാലത്ത് വല്ലാണ്ട് തണുപ്പുണ്ടാവും, ചൂടുകാലത്ത് വല്ലാണ്ട് ചൂടുണ്ടാവും. ഇവിടെ ഒന്നുമില്ല. അപ്പം നമ്മളവിടെ പോയാലോ കല്യാണ ആവശ്യത്തിന് പോകും, മാക്സിമം ഒരു 15 ദിവസം കൊണ്ട് മടങ്ങി വരും. അല്ലാതെ ഈ 400 കൊല്ലത്തിനപ്പുറം ആ നാടുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നുണ്ട്. കാരണം നമുക്ക് കുറെ റിലേറ്റീവ്സ് ആയതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോകാൻ ഉണ്ടാവും. പക്ഷേ നമ്മള് അവിടെ പോയാലും മനസ്സ് നമ്മളെ കോഴിക്കോടാ. ഇപ്പൊ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറിന്റെ അച്ഛൻ ജനിച്ചത് കോഴിക്കോടാണ്, സാറ് ജനിച്ചത് വളർന്നപ്പോഴാണ്. പക്ഷെ ലാംഗ്വേജ് ഇപ്പോഴും ഒരു ചെറിയ അത് എന്റെ ചിലപ്പോ അങ്ങനെ ആവാം. പക്ഷെ എന്റെ വൈഫ് കുറച്ചുകൂടി നന്നായി സംസാരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ ഈ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്റെ ആ ലാംഗ്വേജ് എനിക്ക് അഭിമാനമുണ്ട്. കാരണം അന്നാലല്ലേ മറ്റേ പാർട്ടിക്ക് മനസ്സിലാവും ഇയാൾ ഗുജറാത്തി ആണല്ലേ, മലയാളി അല്ല. അപ്പൊ എന്റെ ഐഡന്റിറ്റി ഉണ്ട്. കാരണം ആ ലാംഗ്വേജിൽ തന്നെ ചില ആൾക്കാർക്ക് പറയും അതങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന്. അപ്പൊ എന്റെ ലാംഗ്വേജ് അത്ര ക്ലിയർ അല്ല. പക്ഷെ വേറൊരു കാര്യം പറയാം, പൊന്നാനിയിൽ ഗുജറാത്തീസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയട്ടെ, അതിന്റെ ഫ്രണ്ട്സ് സർക്കിളിന്റെ മുകളിലാണ്. ഇപ്പൊ നമുക്ക് ഗുജറാത്തി സ്കൂളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് അധികം ഫ്രണ്ട്സ് ഗുജറാത്തീസിനായിരുന്നു. അപ്പൊ പിന്നെ ലാംഗ്വേജിൽ അത്ര നമുക്ക് ആയില്ല. പക്ഷെ പൊന്നാനിയില് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് ചെയ്തല്ലോ ഗുജറാത്തീസ് തന്നെ മലയാളത്തിലേക്കാ പോസ്റ്റ് കാർഡിൽ പണ്ട്. അത് കുറെ കോട്ടറുണ്ട്, കോഴിക്കോട് കുറെ കോട്ടറുണ്ട്, പ്യോർ മലയാളം പറയും. ഞാൻ എൻ്റെ നോക്കണ്ട, കുറെ പ്യോർ മലയാളം പറയുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ ഗുജറാത്തി. ശരിക്കും എൻ്റെ അച്ഛന് ശരിക്കും കച്ചിന്, ഗുജറാത്തിലെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് കച്ചീസ് പറയാ, റാൺ ഓഫ് കച്ച്. അതെ. അപ്പൊ ഞങ്ങള് കച്ചീസാണ്. ഇവിടെ കുറെ കച്ചിലിന് കുറെ കൂട്ടർ ഇവിടെ കോഴിക്കോടുണ്ട്. അപ്പൊ കച്ചിന്റെ ആൾക്കാർ ഗുജറാത്തി സംസാരിക്കും, ചില ആൾക്കാർ കച്ചി സംസാരിക്കും. നമ്മൾ ശരിക്കും കച്ചിയാണ്. നമ്മൾക്ക് ലാംഗ്വേജ് നമ്മുടെ വീട്ടിൽ 2 ഭാഷയാണ്. അച്ഛന് കച്ചിയും ഗുജറാത്തി, അമ്മ ഗുജറാത്തിയാണ്. അപ്പൊ ഗുജറാത്തി സംസാരിക്കും, കച്ചി സംസാരിക്കും. പക്ഷെ കച്ചി ലാംഗ്വേജിന് ലിപി ഇല്ല. അതെ. പക്ഷെ ലിപി ഗുജറാത്തി മാതിരി, പക്ഷെ സംസാരം വളരെ വ്യത്യസ്തമായ സംസാരം. സിന്ധി പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പൊ ഈ കച്ചി ലാംഗ്വേജ് ശരിക്കും ഗുജറാത്തിയായിട്ട് സാമ്യം തീരെ ഇല്ല. പക്ഷെ സിന്ധി ലാംഗ്വേജ് ഉണ്ട്, സിന്ധിക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ്. ഇവിടെ സിന്ധി കൂട്ടറുണ്ട് കോഴിക്കോട്, സിന്ധീസ് ഉണ്ട്. അപ്പോൾ ഓരോ ലാംഗ്വേജും നമ്മൾ ഈ കച്ചി ലാംഗ്വേജ് കുറെയൊക്കെ സാമ്യമുണ്ട്. ഈ നാടിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വർത്തമാനത്തിലും നിർണായകമായ സംഭാവനകളാണ് ഗുജറാത്തികൾ നൽകിയിട്ടുള്ളത്. രാജ്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞ നാളുകളിൽ ഈ നാടിന്റെ വിമോചനത്തിന് വേണ്ടി പോരടിച്ചവരിൽ ഏറ്റവും മുൻനിരയിൽ കോഴിക്കോട്ടെ ഗുജറാത്തികളും ഉണ്ടായിരുന്നു. 1930 ഗുജറാത്തിൽ ഗാന്ധിജി ദണ്ഡയാത്ര നടത്തിയപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തും ഇന്നാട്ടിലെ ഗുജറാത്തികൾ ദണ്ഡയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പങ്കെടുത്ത് ജയിലിൽ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങി രക്തസാക്ഷിത്വം വഹിച്ച ഒരു രക്തസാക്ഷിയും കോഴിക്കോട്ടെ ഗുജറാത്തികൾക്കിടയിലുണ്ട്. കോഴിക്കോട് ഏകദേശം 400ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം 100-ൽ താഴെ കുടുംബങ്ങളേ ഉള്ളൂ. എന്നാൽ പോലും നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ ഒരു സംസ്കാരിക, ഇപ്പം നവരാത്രി ആഘോഷമൊക്കെ വരുമ്പോൾ വലിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മ?
വളരെ നല്ല കൂട്ടായ്മയാണ്. കാരണം നമ്മളിവിടെ എന്ത് പരിപാടിയും കുറേ ആഘോഷങ്ങൾ ഇവിടെ നമ്മൾ എല്ലാ ആഘോഷങ്ങളും അതേ രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പം നവരാത്രി ഫോർ എക്സാമ്പിൾ ഗുജറാത്തി സ്കൂളിൽ വെച്ചിട്ട് വലിയൊരു ഹാളുണ്ട്, വലിയ അവാർ ഹാളാണ്. അവിടെ എല്ലാ ഗുജറാത്തീസ് രാത്രി കൂടിയിട്ട് 9 ദിവസം ഫുൾ പരിപാടിയാണ്. ഇനി എന്ത് നിങ്ങൾ പറഞ്ഞു, ജന്മാഷ്ടമി ആണെങ്കിലും ഗണേശോത്സവം ആണെങ്കിലും എല്ലാ ഉത്സവങ്ങൾ ഈ നമ്മൾ ആചരിക്കുന്നുണ്ട് ഇവിടെ. അല്ലെങ്കിൽ സ്കൂളിൽ, അല്ലെങ്കിൽ അമ്പലത്തിൽ, അല്ലെങ്കിൽ ജൈൻ അമ്പലം ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ ത്രിക്കോവിലയിൽ. അവിടെ ചില സംഗതി ഒരു ജൈൻ സമൂഹത്തിൻ്റെ ആൾക്കാർ വളരെ പാരമ്പര്യമായിട്ടും വളരെ നല്ല രീതിയിലാണ് ഒരു എല്ലാ സംഗതി ആഘോഷിക്കേണ്ടത്. നമ്മളെല്ലാവരും ഏറ്റവും അധികം ആഘോഷിക്കുന്നതും ഏറ്റവും അധികം കൂടുതൽ നവരാത്രിക്കാണ്. കാരണം അന്ന് ആ സമയത്താണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ചെയ്യും. ദീപാവലി ആണെങ്കിലും ശരി, ഹോളി ആണെങ്കിലും ശരി, എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കാറുണ്ട്. കോഴിക്കോടുള്ള മലയാളീസ് ഞാൻ അങ്ങനെ തന്നെ പറയാം, ഗുജറാത്തിനോട് ഉള്ള ആ സ്നേഹം എനിക്ക് പറയാൻ പറ്റൂല. അത്ര നല്ല ബന്ധങ്ങളും അത്ര നല്ല റെസ്പെക്ട് പറഞ്ഞ ഇത്ര കൊല്ലങ്ങളായിട്ട് നമ്മളെ അത്ര ബഹുമാനിക്കുന്ന ഒരു മലയാളി വിഭാഗമുണ്ട് മൊത്തത്തിൽ. ഇതുവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇതുവരെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അത്ര ഒരു നല്ലൊരു റിലേഷൻ ഓരോ നമുക്ക് ബഹുമാനിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കുന്നത്. അതിന് ഒറ്റ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വൈഫ് ഇവിടെ കൗൺസിലറായിട്ട് കുറ്റിച്ചിറ വാർഡിന് ജയിച്ചതാണ്. കുറ്റിച്ചിറ വാർഡ് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് വാർഡാണ്. അവിടെ നല്ല മെജോറിറ്റി കൂടി ജയിച്ചതാണ് അത് എൻ്റെ വൈഫ് ഹൻസ ജയന്ത്. അതേമാതിരി അതിന് മുൻപ് ജയശ്രീ കീർത്തിപൻ ഒരു ഗുജറാത്തി ലേഡി, അത് 2 പ്രാവശ്യം കുറ്റിച്ചിറ വാർഡിന് ജയിച്ചതാണ്. അപ്പോൾ 3 പ്രാവശ്യം ഈ ഭാഗത്ത് നിന്ന് ഒരാൾ നമ്മൾ മലയാളി ജയിപ്പിക്കണം പറഞ്ഞാൽ എത്ര സ്നേഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൻ്റെ കാര്യം പറയണ്ട. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് പറഞ്ഞ സ്നേഹത്തിൻ്റെ നഗരമാണ്, കോഴിക്കോട് പറഞ്ഞ സംഗീതത്തിൻ്റെ നഗരമാണ്, കോഴിക്കോട് പറഞ്ഞ ഫുട്ബോളിൻ്റെ നഗരമാണ്. എന്ത് പറഞ്ഞാലും കോഴിക്കോട് എല്ലാം ആളുണ്ടാവും. അപ്പോൾ കോഴിക്കോട് നമ്മൾ അത്ര സ്നേഹിക്കേണ്ടത്, അതേ സമയത്ത് കോഴിക്കോടാണ് നമുക്ക് അത്ര സ്നേഹിക്കുന്നത്. അതിന് ഞാനൊരു വേറെ പുതിയൊരു വേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്. ദെൻ ഗുജു, അന്ന് ഗുജു, നൗ മല്ലു, ഇവ മല്ലുവായി. അതെ, അഭിമാനുണ്ട്, ഒരു പ്രശ്നമില്ല. എന്നാൽ ഇന്ന് ഗുജറാത്തി സ്ട്രീറ്റ് പഴയ പ്രൗഢിയുടെ ഓർമ്മകൾ മാത്രമായി അവശേഷിക്കുകയാണ്. മുൻപ് 1500-ലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് അവശേഷിക്കുന്നത് 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. അവയിൽ തന്നെ ബാക്കിയുള്ളതാവട്ടെ വൃദ്ധരും സ്ത്രീകളുമാണ്. തങ്ങളുടെ പുതിയ തലമുറ വിദേശങ്ങളിലേക്ക് ചേക്കേറുകയാണ് എന്ന് പരാതി പറയുകയാണ് കോഴിക്കോട്ടെ ഗുജറാത്തികൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ ഗുജറാത്തികളാണോ കോഴിക്കോട്ടുകാരാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരിയോടെ ജയന്ത്കുമാർ ഇങ്ങനെ പറയുന്നു, അന്ന് ഗുജറാത്തി, ഇന്ന് കോഴിക്കോട്. അതെ, മനസ്സുകൊണ്ട് ഇവരെല്ലാം കോഴിക്കോട്ടുകാർ തന്നെയാണ്. ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുന്ന കോഴിക്കോട്ടുകാർ.